വെൽക്കം ടു ഇൻസ്പയർ പി എസ് സി. ഇൻസ്പയർ പി എസ് സിയുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രൈസൽ വെർബിന്റെ പുട്ട്, ലുക്ക്, കോൾ ഈ മൂന്ന് വെർബുമായി ബന്ധപ്പെട്ട എല്ലാ ഫ്രൈസൽ വെർബും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നു ഗിവ്. ഗിവ് എന്ന് പറയുന്ന വെർബും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് ഫ്രൈസൽ വെർബും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും. ഏറ്റവും പ്രധാനം, ഫ്രൈസൽ വെർബ് അതുപോലെ പഠിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്, അത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നും നോക്കി പഠിക്കുക. അർത്ഥം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അപ്ലൈ ചെയ്യാനും പഠിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വേർഡ് ഇങ്ങനെയാണ് പറയുന്നത്, ഗിവ് ഇൻ. ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ. ഇൻ എന്ന് പറയുന്നത് സറണ്ടർ, കീഴടങ്ങലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് മുന്നിൽ കീഴടങ്ങുന്നു, സറണ്ടർ ചെയ്യുന്നു, അതെല്ലാം ഉദ്ദേശിക്കുന്നു ഗിവ് ഇൻ, സറണ്ടർ, കീഴടങ്ങുക. സെക്കൻഡ്, ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ശീലം ഉപേക്ഷിക്കുന്നു. അബാൻഡൻ ഓർ ഡിസേർട്ട്, ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു ദുശീലം അല്ലെങ്കിൽ ഒരു ശീലം, അതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു, പിൻവലിയുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം. ഗിവ് അപ്പ്. ഇപ്പൊ നെവർ എവർ ഗിവ് അപ്പ്, ഒരിക്കലും നമ്മുടെ ലക്ഷ്യം ഉപേക്ഷിക്കരുത്. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. നെവർ എവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക, അബാൻഡൻ. തേർഡ് വേർഡ് പറയുന്നു ഗിവ് എവേ ദെൻ ഗിവ് ഔട്ട്. രണ്ടും പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഒരേ അർത്ഥത്തെ ബേസ് ചെയ്താണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. പക്ഷെ രണ്ടിടത്തും വ്യത്യാസമുണ്ട്. ഗിവ് എവേ, എവേ മീൻസ് നമ്മൾ നൽകുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ, അതായത് സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം. ഫ്രീ, സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്നതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ഗിവ് എവേ എന്നും ഗിവ് ഔട്ട്, ഔട്ട് മറ്റുള്ളവർക്ക്, നമ്പർ ഓഫ് പീപ്പിൾസിന്, അതായത് എത്ര പേർക്കാണ് കൊടുക്കുന്നത് എന്നതിനാണ് പ്രാധാന്യമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് എന്നുമാണ് ചോദിക്കുന്നത്. വളരെ ചെറിയ വ്യത്യാസമുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ. ഗിവ് എവേ, അതായത് നമ്മൾ വിട്ടുകൊടുക്കുന്നു എന്ന് ചിന്തിക്കുക, സൗജന്യമായി നൽകുന്നു. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗജന്യമായി നൽകുന്നു, വിതരണം ചെയ്യുന്നു സൗജന്യമായി എന്നതിന് പ്രാധാന്യം. ഫോർത്ത് വേർഡ് ഗിവ് ഔട്ട്. രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ട്, ദെൻ സ്റ്റോപ്പ് സംതിങ്, എന്തെങ്കിലും നിർത്തുക എന്നുള്ളതിനും ഗിവ് ഔട്ട് ആണ് പറയുന്നത്. ഇനി രണ്ടും വിതരണം ചെയ്യുക, വ്യത്യാസം ശ്രദ്ധിക്കുക. ഒന്ന് ഫ്രീ ആയി വിതരണം ചെയ്യുന്നു, സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്നതിന് പ്രാധാന്യം കൊടുത്താൽ അത് ഗിവ് എവേ. ഇനി നമ്പർ ഓഫ് പീപ്പിൾസിന്, എണ്ണം ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത് എത്ര ആൾക്കാർക്കാണ് എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഗിവ് ഔട്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 4 ഇഡിയംസ് മാത്രമാണ് ഗിവുമായി ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉറപ്പായും പഠിക്കുക. ബാക്കി അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തുടർന്ന ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഗിവ് ഇൻ, സറണ്ടർ, കീഴടങ്ങുക. ഗിവ് അപ്പ്, നെവർ എവർ ഗിവ് അപ്പ്, അത് ഓർമ്മിക്കുക, ഒരിക്കലും കീഴടങ്ങരുത്. ഗിവ് അപ്പ്, അബാൻഡൻ, ഉപേക്ഷിക്കുക. ദെൻ ഗിവ് എവേ. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പക്ഷെ സൗജന്യം എന്നുള്ളതിന് പ്രാധാന്യം. ദെൻ ഗിവ് ഔട്ട്, അതും പറയുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എന്നാൽ എത്ര ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അതിനാണ് പ്രാധാന്യം. സ്റ്റോപ്പ് സംതിങ് എന്നുകൊണ്ട് എന്തെങ്കിലും നിർത്തുക, അതും ഗിവ് ഔട്ട് എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ ഗീവ് എന്ന് പറയുന്ന വെർബും അതുമായി ബന്ധപ്പെട്ട 4 ഫ്രൈസൽ വെർബും പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in spite of repeated failure he did not give dash his attempt. In spite of repeated failure, തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും, തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും he did not give dash his attempt, അവന്റെ ശ്രമം അവൻ ഉപേക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അബാൻഡൻ എന്നാണ് അതിനർത്ഥം. ഗിവ് അപ്പ്, അവന്റെ ശ്രമം അവൻ ഉപേക്ഷിച്ചില്ല, അതായത് ഗിവ് അപ്പ് ആണ് ആൻസർ. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് റിപ്പീറ്റഡ് ഫെയില്യൂർ, തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ് ഹിസ് അറ്റംപ്റ്റ്, അവന്റെ ശ്രമങ്ങൾ അവൻ ഉപേക്ഷിച്ചില്ല. ആസ് there was no choice the enemy had to give dash. മറ്റൊരു പോംവഴിയും ഇല്ലാതിരുന്നത് കൊണ്ട്, മറ്റൊരു ചോയ്സും ഇല്ലാതിരുന്നത് കൊണ്ട് എനിമി, ശത്രുക്കൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കീഴടങ്ങാൻ തീരുമാനിച്ചു. മറ്റൊരു പോംവഴിയും ഇല്ലാതിരുന്നത് കൊണ്ട് ശത്രുക്കൾ കീഴടങ്ങാൻ തീരുമാനിച്ചു. അതിനർത്ഥം ഗിവ് ഇൻ,
ഗിവ് ഇൻ എന്ന് പറയുന്നതാണ് സറണ്ടർ, കീഴടങ്ങുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. അവൻ അവൻ്റെ സ്വത്തുക്കൾ ട്രസ്റ്റിന് വിതരണം ചെയ്തു, സൗജന്യമായി നൽകി. അപ്പൊ സൗജന്യമായി നൽകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗിവ് എവേ. ഗിവ് എവേ ആണ് സൗജന്യമായി നൽകുക. ഡിസ്ട്രിബ്യൂട്ട് ഫ്രീലി, വിതരണം ചെയ്യുക. അപ്പൊ ഇവിടെ അർത്ഥം ഗിവ് എവേ എന്നാണ്. ഗേവ് എവേ ആണ് ആൻസർ. ഹി ഗേവ് എവേ ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഹെഡ് മാസ്റ്റർ ഡിസ്ട്രിബ്യൂട്ടഡ് ദ സ്വീറ്റ്സ് ടു ദ ചിൽഡ്രൻ. ഈ ഡിസ്ട്രിബ്യൂട്ടഡിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് തുല്യമായ ഫ്രേസൽ വെർബ്. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗീവ് എവേ, അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്, സൗജന്യമായി വിതരണം ചെയ്യുക. എന്നാൽ ഗീവ് ഔട്ടും വിതരണം ചെയ്യുക എന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രാധാന്യം സൗജന്യമായി വിതരണം ചെയ്യുന്നു. സീഡ്സ് കുട്ടികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഗിവ് എവേ ആണ് ആൻസർ. ഗിവ് എവേ, ഡിസ്ട്രിബ്യൂട്ട് ഫ്രീലി, സൗജന്യമായി വിതരണം ചെയ്യുക, സമ്മാനം നൽകുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, although his army was losing the battle, the brave general refused to dash. although എന്ന് പറയുന്നതും ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നതും എന്നിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. although his army was losing the battle, തൻ്റെ ആർമി യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടിരുന്നിട്ടും, അതായത് തോറ്റുകൊണ്ടിരുന്നു എന്ന അവസ്ഥയിലെത്തിയിട്ടും, ദ ബ്രേവ് ജനറൽ, ആ ധൈര്യവാനായ ജനറൽ, റെഫ്യൂസ്ഡ് ടു, നിരസിച്ചു, ടു ഡാഷ്, കീഴടങ്ങാൻ അദ്ദേഹം മടിച്ചു, കീഴടങ്ങാൻ വിസമ്മതിച്ചു അല്ലെങ്കിൽ നിരസിച്ചു. ഇവിടെ അർത്ഥം കീഴടങ്ങുക. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ഗിവ് ഇൻ എന്നാണ്. അപ്പൊ ആ ബ്രേവ് ജനറൽ കീഴടങ്ങാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നു. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗിവ് ഇൻ എന്നാണ്. ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക. ഇപ്പൊ ഗീവ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ്, അതിന്റെ 4 ഫ്രേസൽ വെർബാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. അത് ഉറപ്പായും പഠിക്കുക. ബാക്കിയുള്ളത് നമുക്ക് തുടർന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ച് 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതും ഡിസ്കസ് ചെയ്തു. ഇപ്പം വീണ്ടും ചെയ്തു നോക്കുക. ഈ വീഡിയോ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ് ദ വീഡിയോ.